അപ്പോൾ ഇന്ന് നമുക്ക് കുക്കറിൽ പെട്ടെന്നൊരു മധുവൂത്ത് ഉണ്ടാക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പട്ടയും ഗ്രാമ്പു ഏലക്കയും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സവാളയാണ്. ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് തന്നെ വാടണം കേട്ടോ. നല്ലോണം വാടിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലോണം മാറണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ഇഞ്ചി ചേർത്തിട്ടില്ല, വെറും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. തക്കാളി അരച്ചതാണ്. 2-3 തക്കാളി എടുത്തിട്ട് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്തുക്കണം. അതാണ് ഈ കളർ ഇങ്ങനെ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളിതാ അറബിക്സ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുവത്തിൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് വേറെ നമ്മൾ എരിവൊന്നും ഇതിക്ക് ചേർക്കണില്ല. കുരുമുളകും പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു പാത്രം അരിക്കുക. ഞാൻ ഒരു 1.5 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഞാനൊരു 10-20 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഒരു നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതാ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. നല്ലോണം വരഞ്ഞ് മസാല ഉപ്പൊക്കെ പിടിച്ചാൽ വേണ്ടി നല്ലോണം ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടിട്ട് നമുക്കിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് പിന്നെ അരി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട്. അരി നന്നായിട്ട് തന്നെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒറ്റൊരു വിസിൽ മതി കേട്ടോ. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസിലടിച്ചാൽ മാത്രം മതി. എന്നാൽ നമ്മൾ ചോറ് വേവും. അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരട്ടെ. ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. അപ്പോൾ വിസിലൊക്കെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കണത്. കണ്ടോ, വെള്ളമൊക്കെ പാകമായിട്ട് ചോറൊക്കെ പാകത്തിനുള്ള വേവന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. കുക്കറിന് നമ്മൾ ചോറ് എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് തണുത്തതിന് ശേഷം എടുക്കുകയാണ് നല്ലത്. അപ്പം ഞാനിത് തണുത്തിട്ടൊന്നുമില്ല, ചൂട് കൊടുക്കാൻ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടോ. പെട്ടെന്ന് റെഡിയാക്കിയ പറ്റുന്ന ഒരു ചോറ് തന്നെയാണ്. എന്നാലും നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. കണ്ടോ, ചിക്കനൊക്കെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ചോറും ചിക്കനൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്.